friends, welcome to my channel. It's me, your Anu. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള KFC ചിക്കൻ ആണ്. നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ KFC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അറിയോ? വേണമെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാം. കേരള ഫ്രൈഡ് ചിക്കൻ, കർണാടക ഫ്രൈഡ് ചിക്കൻ, കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ, കൊൽക്കത്ത ഫ്രൈഡ് ചിക്കൻ. ഇതിൽ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേ. Okay, just for fun, then let's start. ഇതിനായി ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ചതച്ച് കൊടുക്കാം. എന്നാലേ നമുക്കിത് നന്നായി ഇതിൻ്റെ ഉള്ളൊക്കെ സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ഈ KFC ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് നമുക്കൊരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ചതച്ച് എല്ലാം ഇങ്ങനെ ചതച്ച് വെക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്തു. ഇപ്പോൾ ഇതിനൊരു പരന്ന ഷേപ്പാണുള്ളത്. നമുക്കിനി ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ പീസായിട്ടാണ് ഇഷ്ടമെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചു. ഇനി നമുക്ക് ബട്ടർ മിൽക്കാണ് വേണ്ടത്. ബട്ടർ മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് തൈര് ഒന്ന് നന്നായിട്ട് അടിച്ച് അതെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് സോൾട്ട്, ബ്ലാക്ക് പെപ്പർ പൗഡർ ഹാഫ് ടീസ്പൂൺ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായി കമ്പൈൻ ചെയ്ത് ഈ മിശ്രിതം ചിക്കൻ്റെ ഉള്ളിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അറ്റ്ലീസ്റ്റ് 4 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായി മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാനിത് ഇവിടെ 1/2 കപ്പ് മൈദയിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ട്, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ കറി പൗഡർ, ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞു. ഇത് ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു ബൗളിൽ 1/2 കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, ചിക്കൻ കറി മസാല പൗഡർ, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് അതിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ആഡ് ചെയ്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതാ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് 4 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ അത് എടുത്ത് ഓരോ പീസായി എടുത്ത് ഈ പേസ്റ്റിൽ ഡിപ്പ് ചെയ്ത് അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദപ്പൊടിയുടെ മിശ്രിതത്തിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. വൺ സൈഡ് നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് ഭാഗം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഹോം മെയ്ഡ് KFC ഉണ്ടാക്കി കഴിഞ്ഞു. സോ എങ്ങനെയുണ്ടായിരുന്നു? ഞാനിപ്പോൾ ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് ഈ വീട്ടിലുള്ള ഇപ്പം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചുകൊണ്ട് മസാലകൾ വെച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.